കിളിയുടെയും കുട്ടിയുടെയും കഥ. ഒരു മനോഹരമായ ഗ്രാമത്തിൽ, പച്ചപ്പച്ച പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ, അമ്മു എന്നൊരു കുഞ്ഞു പെൺകുട്ടിയും അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കിളിയെന്നൊരു തത്തയും ജീവിച്ചിരുന്നു. ചുവന്ന കൊക്കും തിളങ്ങുന്ന തൂവലുകളുമുള്ള ഇളം പച്ചത്തറയായിരുന്നു കിളി. അമ്മുവും കിളിയും വേർപിരിയാനാവാത്തവരായിരുന്നു. അവർ ഓരോ ദിവസവും കളിച്ചിരുന്നു, പാട്ടുപാടിയും കഥകളും പങ്കുവച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അമ്മു ഒരു സാഹസികയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. സമീപമുള്ള കാട്ടിൽ പോകാൻ അവൾ ആഗ്രഹിച്ചു. കിളിയോടും അവൾ പോരുന്നോ എന്ന് ചോദിച്ചു. കിളി സന്തോഷത്തോടെ അമ്മുവിന്റെ തോളിൽ വന്നിരുന്നു. ഇരുവരും പുതുപുത്തൻ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ താത്പര്യത്തോടെ കാടിനകത്തേക്ക് യാത്ര തിരിച്ചു. അവർ കാടിനകത്തേക്ക് കൂടി സഞ്ചരിക്കുമ്പോൾ അവർ ഒരു അരുവി കണ്ടു. വെള്ളം വ്യക്തവും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നതുമായിരുന്നു. അമ്മുവും കിളിയും അരുവിക്കരയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവർ തണുത്ത വെള്ളം കുടിച്ച് അരുവിക്കരയിൽ കളിച്ചു. കിളി മനോഹരമായ ഗാനങ്ങൾ പാടിയപ്പോൾ അമ്മു ആ സുന്ദരമായ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു. പെട്ടെന്ന് അവർ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അമ്മുവും കിളിയും ചുറ്റും നോക്കിയപ്പോൾ മുള്ളുള്ള കുറ്റിക്കാട്ടിൽ ഒരു ചെറിയ മുയൽ കുടുങ്ങിയതായി കണ്ടു. അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ മുയൽ പേടിച്ചിരിക്കുകയായിരുന്നു. അമ്മുവിന്റെ ദയുള്ള മനസ്സിന് മുയലിനെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടു സഹിക്കാനായില്ല. അവൾ ശ്രദ്ധാപൂർവം മുൾപടർപ്പിനെ സമീപിച്ച് മുള്ളുകൾ പതുക്കെ നീക്കം ചെയ്തു ചെറിയ മുയലിനെ രക്ഷപ്പെടുത്തി. മുയൽ സന്തോഷത്തിൽ ചാടിക്കൊണ്ടിരുന്നു. അതു അമ്മുവിനും കിളിക്കും നന്ദി പറഞ്ഞു. അവർക്ക് എപ്പോഴെങ്കിലും ആവശ്യമെങ്കിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പുതിയ സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മുവും കിളിയും. കാടിന്റെ കൂടുതൽ അത്ഭുതങ്ങൾ കണ്ടെത്തി അവർ സാഹസികയാത്ര തുടർന്നു. അങ്ങനെ അമ്മുവിനും കിളിക്കും സാഹസികയാത്രയും പുതിയ സുഹൃത്തുക്കളും നിറഞ്ഞ ഒരു മനോഹരമായ ദിവസം ഉണ്ടായി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷീണിച്ചെങ്കിലും സന്തോഷത്തോടെ വനത്തിലെ മനോഹരമായ ഒരു ദിവസത്തിന്റെ ഓർമ്മകളുമായി അവർ വീട്ടിലേക്ക് മടങ്ങി.